കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ നമ്മളെ മാവിലെ മാങ്ങ ഒക്കെ പറിച്ചത്. അപ്പോൾ അതിൽ ഒരൊറ്റ മാങ്ങ എടുത്തിട്ട് ഞാൻ നല്ലൊരു നാടൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാം. ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ നാടൻ മാങ്ങ അച്ചാറല്ലേ, അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം കടുകും ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ എനിക്ക് അത്യാവശ്യം എരിവും വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 മുളക് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊക്കെ എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പച്ചമുളക് മൂത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ നമ്മൾ മസാലപ്പൊടിയോ അച്ചാർ പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ പുളിവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്, വിനാഗിരി ഒന്നും ചേർക്കണില്ല. അങ്ങനെ ആ പുളിവെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ ഞാനതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പും വെള്ളം ഇതും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും ആഡ് ചെയ്താൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉലുവയും കടുകും കൂടിയും വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെക്കുക, ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു നാടൻ മാങ്ങ അച്ചാറാണ് കേട്ടോ. പിന്നെ നമ്മൾ അച്ചാർ പൊടി വിനാഗിരി ഒക്കെ ചേർത്തിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഒരു അച്ചാർ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുനുകുനാ അരിഞ്ഞ മാങ്ങ അച്ചാർ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, രണ്ടും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാങ്ങ അച്ചാർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.